തെരഞ്ഞെടുപ്പിന്റെ പ്രധാന ഭാഗമാണ് ചുവരെഴുത്ത്. 38 വർഷമായി ചുവരെഴുതുന്ന ഒരു കലാകാരനെ പരിചയപ്പെടാം. കൊച്ചിയിലെ നസ്രത്ത് ഡിവിഷനിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി P. ജയദാസനാണ് സ്വയം ചുവരെഴുതുന്നത്. ചുവരെഴുത്ത് എന്നും ഒരു കല തന്നെയാണ്. എന്നാൽ ഈ 73-ാം ഡിവിഷൻ മട്ടാഞ്ചേരിയിലെ 73-ാമത്തെ ഡിവിഷൻ നിൽക്കുമ്പോൾ ഈ ചുവരെഴുത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് പ്രത്യേകത എന്ന് നോക്കാം. ഈ ചുവരെഴുതുന്നത് നമ്മുടെ സ്ഥാനാർത്ഥി തന്നെയാണ്. ഈ ഒരു എഴുത്ത് എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഞാൻ 1987 ഈ ചുവരെഴുത്ത് ആദ്യമായിട്ട് തുടങ്ങുന്നത്. അന്ന് എനിക്ക് 20 വയസ്സാണ്. സഖാവ് TM മുഹമ്മദ് മട്ടാഞ്ചേരി മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്താണ് അരിവാൾ ചുറ്റിക നക്ഷത്രമാണ് ആദ്യം ചുവരിലെഴുതാൻ എനിക്ക് അവസരം കിട്ടിയത്. അതിനുശേഷം ഇങ്ങോട്ട് നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ സാർ അടക്കമുള്ള ഇതിൻ്റെ മയിലായിരുന്നു ചിഹ്നം. അതടക്കമുള്ള എല്ലാ സ്ഥാനാർത്ഥികൾക്കും ചുവരെഴുതാൻ കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ പേര് ചുവരിലെഴുതാൻ പാർട്ടി എനിക്ക് ഒരവസരം തന്നിരിക്കുകയാണ്. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇതിനെ കാണുന്നത്. മറ്റ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എഴുതിയിടുന്നതാണ് സ്വന്തം പേരുകൾ എഴുതുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. അത്രയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്താണ് പ്രവർത്തകരോടും വോട്ടർമാരോടൊക്കെ പറയാനുള്ളത്? വോട്ടർമാർ ഈ 73-ാം ഡിവിഷനിലെ വോട്ടർമാർ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മുഴുവൻ സമയവും ഞാൻ ഇവർക്ക് വേണ്ടി എന്ത് കാര്യത്തിലും ഓടിയെത്തുന്ന ഒരു പ്രവർത്തകനാണ്. ആ രീതിയിലാണ് ഞാൻ ഈ പാർട്ടിയിൽ ഇത്ര സജീവമായി പാർട്ടി DYFIയുടെ യൂണിറ്റ് സെക്രട്ടറിയായി തുടങ്ങി ഇപ്പോൾ ഞാൻ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം വരെ എത്തിയിരിക്കുകയാണ്. ആ സമയത്താണ് ഞാൻ ഒരു സ്ഥാനാർത്ഥിയായി ഇപ്പോൾ എന്നെ പാർട്ടി നിശ്ചയിച്ചിട്ടുള്ളത്. പ്രതീക്ഷിച്ചിരുന്നോ ഈ ഒരു സ്ഥാനാർത്ഥിത്വം? ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. ഈ സ്ഥാനാർത്ഥിത്വം ഈ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കിട്ടിയിട്ടുള്ളൊരു അംഗീകാരമാണ്. പാർട്ടി എൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി അതിൽ നിന്നാണ് എന്നെ ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. അത് ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ ഈ ജനങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ കിട്ടിയിട്ടുള്ള അവരുടെ എല്ലാം മറുപടി. അപ്പോൾ 38 വർഷമായി ചേട്ടൻ ഇത് തുടങ്ങിയിട്ട്, ചുവരെഴുത്ത് തുടങ്ങിയിട്ട് ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും മറ്റുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ചുവരെഴുതുമ്പോൾ ഇന്ന് ചേട്ടനൊരു സ്വപ്ന സൗഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്, സ്വന്തം പേര് ചുവരിൽ എഴുതുക എന്നുള്ളത്. ക്യാമറാമാൻ അനന്തുവിനൊപ്പം ആര്യ വിനോദ്, മീഡിയ 1 കൊച്ചി.